ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചാണക്യതന്ത്രങ്ങൾ മെനയുമ്പോൾ കാട്ടിലിരുന്ന് സായുധ വിപ്ലവം കളിക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് ചിലർക്ക് വൈകിയാണെങ്കിലും മനസ്സിലാവുകയാണ്. എന്തായാലും മിസോറാമിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്ത ചരിത്രപരമാണ്. അവസാനത്തെ സായുധ സംഘവും ആയുധം വെച്ച് കീഴടങ്ങിയതോടെ മിസോറാം പൂർണ്ണമായും തീവ്രവാദ വിമുക്തമായതായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. 2026 ഏപ്രിൽ 30 ഐസ്വാളിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള സെസാങ് ഗ്രാമത്തിൽ വെച്ചാണ് ഈ ഒരു ചരിത്ര മുഹൂർത്തം അരങ്ങേറിയത്. HPC അഥവാ ഹമർ പീപ്പിൾസ് കൺവെൻഷന്റെ ലാൽ മിങ്താങ് സനാട്ടെ വിഭാഗത്തിലെ 43 സായുധ കേഡർമാരാണ് ആയുധം വെച്ച് കീഴടങ്ങി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. മുഖ്യമന്ത്രി ലാൽ ദുഹോമ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി കെ സപ്തംഗ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഹോം കമ്മിങ് അഥവാ ആയുധം വെച്ചുള്ള കീഴടങ്ങൽ ചടങ്ങ് നടന്നത്. ഏപ്രിൽ 14 സക്കാർദായയിൽ വെച്ച് മിസോറാം സർക്കാരും HPC വിഭാഗവും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാറിന്റെ തുടർച്ചയായാണ് ഈ ഒരു കീഴടങ്ങൽ. 1986 മിസോറാം സമാധാന കരാറിനെ എതിർത്തുകൊണ്ട് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിന് കീഴിൽ ഒരു സ്വയംഭരണ ജില്ലാ കൗൺസിൽ ആവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ പോരാട്ടം. കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർ സജീവമല്ലായിരുന്നെങ്കിലും പണ്ട് പണം തട്ടിയെടുക്കൽ ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടിരുന്നു. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള സുരക്ഷാ നയങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാമ്പത്തിക സ്രോതസ്സും നിലനിൽപ്പും പൂർണ്ണമായും ഇല്ലാതാക്കി എന്നതാണ് യാഥാർത്ഥ്യം. വടക്ക് കിഴക്കൻ മേഖലയോടുള്ള അമിത്ഷായുടെ നയം വളരെ വ്യക്തമാണ്. അക്രമത്തോട് യാതൊരു സഹിഷ്ണുതയുമില്ല. എന്നാൽ സമാധാനത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും വാതിലുകൾ തുറന്നിട്ടിരിക്കും. തോക്കും പിടിച്ച് കാട്ടിൽ കഴിയുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു മികച്ച കരിയർ ഓപ്ഷൻ അല്ലെന്ന് തീവ്രവാദികൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ചടങ്ങിൽ സംസാരിക്കവേ മുൻ IPS ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ലാൽ ദുഹോമ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും മിസോകളാണ്. ഒറ്റപ്പെട്ട് നിൽക്കാൻ ശ്രമിച്ചാൽ ആരും വിജയിക്കില്ല. ഒത്തൊരുമയിലൂടെ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയൂ. ദശാബ്ദങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായത് സംസ്ഥാനത്തിന് ഗുണം ചെയ്യും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമർ വിഭാഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള സിൻലങ് ഹിൽസ് കൗൺസിലിന് കീഴിലുള്ള പ്രദേശങ്ങൾ ഈ സമാധാന കരാർ വലിയ സാമൂഹിക സാമ്പത്തിക വികസനങ്ങൾക്ക് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പതിറ്റാണ്ടുകൾക്ക് നീണ്ട ആക്രമണങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് തോക്കുകൾ നിശബ്ദമാക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഇച്ഛാശക്തിയുടെ വലിയ വിജയമായി കൂടി മാറുകയാണ്. പുതിയ ഇന്ത്യയിൽ വിഘടനവാദത്തിന് സ്ഥാനമില്ലെന്നും വികസനത്തിനാണ് എപ്പോഴും അവസാന വാക്കെന്നും ഈ ചരിത്ര സംഭവം അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക്.